ജാഹിലിയ കാലഘട്ടത്തിൽ കുതിരക്കാരൻ സെയ്ദുൽ ഖൈൽ എന്ന പേരിൽ അറിയപ്പെടുകയും ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം പിന്നീട് സെയ്ദുൽ ഖൈർ, ഒരുപാട് നന്മകൾ നിറഞ്ഞ സെയ്ദ് എന്ന പേരിൽ പ്രത്യേകം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രശംസിക്കുകയും ചെയ്ത ആ വലിയ ഭാഗ്യവാനായ സ്വഹാബി ആരാണ്, അവരുടെ ചരിത്രം എന്താണ്? കഥ കേൾക്കാം. സെയ്ദിൻ്റെ ആ ഒരു കഥ ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പുള്ള സാഹചര്യം നമുക്കിങ്ങനെ വായിക്കാം. കൃഷിയും കന്നുകാലികളും എല്ലാം നശിച്ചു പോയ ഒരു വർഷമായിരുന്നു അത്. ഒരു വർഷം മുഴുവനും മഴ പെയ്തതേയില്ല. വല്ലാതെ വറുത് പിടിച്ചിരുന്ന കാലം. ഭക്ഷണത്തിനും മറ്റ് ജീവിക്കാനാവശ്യമായ അവശ്യ കാര്യങ്ങൾക്കെല്ലാം പ്രയാസങ്ങൾ വല്ലാതെ നേരിട്ട കാലമായിരുന്നു അത്. കടുത്ത വരൾച്ച, എവിടെയും കൃഷികൾ വിളഞ്ഞ് വന്നില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇറാഖിൻ്റെയും നജഫിൻ്റെയും ഇടയിലുള്ള ഹീറ എന്ന പ്രദേശം ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. ആ യാത്ര പുറപ്പെട്ട് തൻ്റെ കൂടെയുള്ള സ്ത്രീകളെയൊക്കെ ആ ഹീറ എന്ന പ്രദേശത്ത് ആക്കിയതിന് ശേഷം ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു: ഞാൻ തിരിച്ചെത്തുന്നത് വരെ നിങ്ങൾ എല്ലാവരും എന്നെ കാത്ത് ഇവിടെ തന്നെ കഴിയുക. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സമ്പാദിച്ച് തിരിച്ചെത്തണമെന്ന ചിന്തയോടുകൂടെയാണ് ആ വ്യക്തി യാത്ര പോയത്. ഇനി അഥവാ സമ്പാദിച്ച് തിരിച്ചെത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ, അതിനുവേണ്ടിയുള്ള മത്സരത്തിൽ മരിച്ചാലും പ്രശ്നമില്ല എന്ന ചിന്തയോടുകൂടെയാണ് ആ വ്യക്തി യാത്ര പോയത്. അങ്ങനെ യാത്രക്ക് ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം ചെയ്ത് അയാൾ യാത്ര പുറപ്പെട്ടു. കുറേ യാത്ര ചെയ്ത് ഒരിടത്തൊരു സത്രം ആ വ്യക്തി കണ്ടെത്തി. ആ സത്രത്തിൻ്റെ അടുത്ത് നല്ല ലക്ഷണമൊത്ത ഒരു ആൺകുതിര ഉണ്ടായിരുന്നു. ഇത് തനിക്ക് വേണ്ടിയുള്ളതായിരിക്കും, ഇത് കൈവശപ്പെടുത്താം എന്ന ചിന്തയിൽ ആ കുതിരയുടെ കെട്ടുകളഴിച്ച് പതുക്കെ ആ കുതിരയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരാൾ കടന്നു വന്ന്, നിനക്ക് ജീവൻ വേണമെങ്കിൽ ആ കുതിരയെ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞപ്പോൾ പേടിച്ച് ജീവന് വേണ്ടി ആ വ്യക്തി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. യാത്ര പിന്നെയും തുടർന്നു. ദീർഘമായ ദിവസങ്ങളോളം നീളുന്ന യാത്ര. അങ്ങനെ യാത്ര ചെയ്ത് മറ്റൊരിക്കൽ പിന്നീട് മറ്റൊരു മനോഹരമായ ഒരു പ്രദേശത്ത് അദ്ദേഹം എത്തുകയാണ്. തുടർച്ചയായി 7 ദിവസങ്ങൾക്ക് ശേഷം ആണ് യാത്രയിൽ ആ തമ്പിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ധാരാളം ഒട്ടകങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ഥലം, തോലുകൊണ്ട് മനോഹരമായി അണിയിച്ചൊരുക്കിയ ഒരു കുബ്ബയും ആ ഒരു സത്രത്തിന് ഉണ്ടായിരുന്നു. അവിടെ ധാരാളം ഒട്ടകങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെയൊക്കെ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആ വ്യക്തി അവിടെ എത്തിയത്. കാരണം ഹീറയിൽ കാത്തിരിക്കുന്ന തൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് സമ്പാദിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന ചിന്തയാണ് മനസ്സിൽ. ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞു: ഈ തമ്പിൽ ധാരാളം ഒട്ടകങ്ങൾ ഉണ്ടാകും, അതിൻ്റെ ഉടമസ്ഥരും പരിസരത്തൊക്കെ ഉണ്ടാകും, എങ്ങനെയെങ്കിലും ഇത് സ്വന്തമാക്കണം എന്ന ചിന്തയിൽ പതുക്കെ ആ തമ്പിലേക്ക് കയറി. ആ തമ്പിലേക്ക് കയറി നോക്കുമ്പോൾ കണ്ണു കാണാത്ത പ്രായം ചെന്ന ഒരു വൃദ്ധൻ മാത്രമാണ് അവിടെ ഉള്ളത്. ആ വൃദ്ധൻ അറിയാതെ ആ വൃദ്ധൻ്റെ പുറകിൽ മെല്ലെ കയറി സ്ഥാനം പിടിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ഭാഗത്തേക്ക്, തമ്പിനടുത്തേക്ക്, കണ്ടാൽ തന്നെ ആരും ഒന്ന് നോക്കിപ്പോകുന്ന തലയെടുപ്പുള്ള ആരോഗ്യ ദൃഢഗാത്രനായ വല്ലാത്ത പ്രൗഢിയുള്ള ഒരു മനുഷ്യൻ കുതിരയെ ഓടിച്ച് അങ്ങോട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ 100 പെണ്ണൊട്ടകങ്ങളുണ്ടായിരുന്നു, ലക്ഷണമൊത്ത ഒരു ആണൊട്ടകവും. അദ്ദേഹത്തിൻ്റെ കുതിര ആ തമ്പിൻ്റെ അടുത്ത് കുനിഞ്ഞു നിന്ന് അതിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ കൂടെ 2 അടിമകളും ഉണ്ടായിരുന്നു. ആ അടിമകളിൽ ഒരാളോട് പറഞ്ഞു, ഒട്ടകത്തെ കറന്ന് ഈ വൃദ്ധനായ മനുഷ്യന് പാൽ കൊടുക്കുക. അങ്ങനെ ആ വൃദ്ധൻ്റെ അടുത്തേക്ക് കറന്ന പാലുമായി ആ അടിമ ചെന്ന് ഒരു വലിയ പാത്രത്തിൽ നിറയെ പാല് വെച്ചു. ആ വൃദ്ധൻ അതിൽ നിന്ന് അല്പം പാൽ കുടിച്ചു. ശേഷം ആ അടിമ അവിടെ നിന്ന് മാറി നിന്നു. ആ തക്കം നോക്കി വൃദ്ധന്റെ പുറകിൽ ഇരിക്കുന്ന ഈ യാത്രക്കാരനായ ആൾ ആ പാല് മുഴുവനും കുടിച്ചു. അല്പനേരം കഴിഞ്ഞ് ആ അടിമ വന്ന് നോക്കുമ്പോൾ വൃദ്ധന്റെ മുമ്പിൽ ഒഴിഞ്ഞ പാത്രമാണ് കാണുന്നത്. യജമാനോട് പറഞ്ഞു: യജമാനനെ, വൃദ്ധൻ പാൽ മുഴുവനും കുടിച്ചിരിക്കുന്നു. വീണ്ടും പാൽ കറന്നു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും പാല് കറന്നു കൊടുത്ത് വൃദ്ധന്റെ മുമ്പിൽ കൊണ്ടുപോയിക്കുകയും അതിൽ നിന്ന് അല്പം വൃദ്ധൻ കുടിച്ചു. ബാക്കി ഏകദേശം പകുതിയോളം വൃദ്ധൻ്റെ പുറകിലിരിക്കുന്ന നമ്മുടെ യാത്രക്കാരനായ മനുഷ്യൻ പാൽ കുടിച്ചു. മുഴുവനായും കുടിച്ചാൽ അടിമക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ കുതിരക്കാരന് എന്തെങ്കിലും സംശയമുണ്ടാകുമോ എന്ന പേടിയിലാണ് മുഴുവനും കുടിക്കാതിരുന്നത്. ദിവസങ്ങളായുള്ള ഭക്ഷണമില്ലാതെയുള്ള അലച്ചിലിൽ വലിയ ആശ്വാസമായിരുന്നു ആ ചൂടൻ പാല്. തുടർന്ന് കുതിരക്കാരൻ തൻ്റെ 2ാമത്തെ അടിമയെ വിളിച്ച് ഒരാടിനെ അറുക്കാൻ വേണ്ടി കൽപ്പിക്കുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു. ആ കുതിരക്കാരൻ അറുത്ത ആടിൻ്റെ മാംസമെടുത്ത് നന്നായി വേവിച്ച് തൻ്റെ കൈകൊണ്ട് തന്നെ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആ വൃദ്ധൻ്റെ വായിൽ വെച്ച് കൊടുത്തു. വൃദ്ധൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ കുതിരക്കാരനും അടിമകളുമൊക്കെ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. അങ്ങനെ രാത്രി എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും നല്ല അവസരം എന്ന് മനസ്സിലാക്കി ഹീറയിൽ കുടുംബത്തെ ഉപേക്ഷിച്ച് ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും എന്തെങ്കിലും വക കിട്ടുമോ എന്ന് അന്വേഷിച്ചു പോയ ഈ മനുഷ്യൻ, വൃദ്ധന്റെ പുറകിലിരുന്ന മനുഷ്യൻ, ഇത് തന്നെയാണ് അവസരമെന്ന് മനസ്സിലാക്കി മെല്ലെ ആ രാത്രി എഴുന്നേൽക്കുകയാണ്. ആ രാത്രി പതുക്കെ എഴുന്നേറ്റ് അവിടെയുള്ള ആണൊട്ടകത്തെ അതിൻ്റെ കയറഴിച്ച് മുന്നോട്ട് നടന്നു. ആണൊട്ടകത്തിൻ്റെ കയറ് അഴിച്ച് മുന്നോട്ട് നടന്നപ്പോൾ പെണ്ണൊട്ടകങ്ങളെല്ലാം അതിനെ പിന്തുടർന്നു.
ആ രാത്രി ആരും അറിയാതെ പതുക്കെ ആ മനുഷ്യൻ യാത്ര മുന്നോട്ട് പോയി. കുറേ ദൂരം യാത്ര ചെയ്ത് മുഴുവൻ പെണ്ണൊട്ടകങ്ങളും ആ ആണൊട്ടകത്തിൻ്റെ പുറകെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം ധൃതിയിൽ വേഗം യാത്ര ചെയ്ത് ആ രാത്രി മുഴുവനും യാത്ര ചെയ്ത് നേരം പുലർന്നപ്പോൾ തൻ്റെ പുറകിൽ ആരും തന്നെ പിന്തുടരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നോക്കിയപ്പോൾ അദ്ദേഹം ആരെയും കാണുന്നില്ല. വലിയ സന്തോഷത്തോടെ മുന്നോട്ട് നടന്നു. കഴുകനോ അതേപോലെ മറ്റെന്തെങ്കിലും ജീവജാലങ്ങളോ തന്നെ പിന്തുടരുന്നുണ്ടോ എന്ന് പോലും ഉറപ്പുവരുത്തി. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്പം കഴിഞ്ഞ് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യരൂപം പിന്തുടരുന്നതായിട്ട് കണ്ടു. നോക്കുമ്പോൾ ഇന്നലെ രാത്രി കുതിരപ്പുറത്ത് വന്ന ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യനാണ് തന്നെ പിന്തുടർന്നെത്തിയിരിക്കുന്നത്. അതായത് ഈ ഒട്ടകങ്ങളുടെ മുഴുവനും യജമാനനായ ആ വ്യക്തി തന്നെ പിടികൂടാൻ വേണ്ടി തൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. ഉടനെ തന്നെ ഈ വ്യക്തി തൻ്റെ ആവനാഴിയിൽ നിന്നൊരു അമ്പെടുത്ത് ഇദ്ദേഹത്തിന് നേരെ ആഞ്ഞു പിടിച്ചു. ഒട്ടകത്തെ പുറകിൽ നിർത്തി ആ സമയത്ത് കുതിരക്കാരനായ മനുഷ്യൻ പറഞ്ഞു, ദയവായി നിനക്ക് നല്ലത് ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണഴിച്ച് എൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നതാണ്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലും എനിക്കതിന് സാധ്യമല്ല. ഹീറയിൽ കുറേ സ്ത്രീകളെയും കുടുംബക്കാരെയും ഒക്കെ ഹീറയിൽ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ബാക്കിയാക്കിയിട്ടാണ് ഞാൻ വന്നത്. അവർക്ക് ആവശ്യമായതെല്ലാം സമ്പാദിച്ച് കൊണ്ടുവരുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ശപഥം ചെയ്തിട്ടുണ്ട്. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ ആ യാത്രയിൽ മരണം വരെ പോരാടുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒട്ടകത്തെ വിട്ടുതരാൻ എനിക്ക് സാധ്യമല്ല. കുതിരക്കാരൻ പറഞ്ഞു, പിന്തുടർന്നെത്തിയ കുതിരക്കാരൻ പറഞ്ഞു, എന്നാൽ നിനക്ക് നാശം തന്നെ. നീ കെട്ടഴിച്ച് വിടുന്നില്ലെങ്കിൽ നിന്റെ കഥ ഇന്നത്തോടെ കഴിയും. കുതിരക്കാരൻ കൂട്ടിച്ചേർത്തു, നിനക്ക് നാശം. നീ നിന്നെ തന്നെ സ്വയം വഞ്ചിച്ച് ഇല്ലാതാക്കുകയാണ്. എന്നിട്ട് ആ കുതിരക്കാരൻ പറഞ്ഞു, നീ ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണിൻ്റെ ആ കെട്ടിൻ്റെ ഭാഗമൊന്ന് ഉയർത്തി കാണിക്കൂ. 3 കെട്ടുകൾ ആ കടിഞ്ഞാണിലുണ്ടായിരുന്നു. ആ കടിഞ്ഞാണിൻ്റെ കെട്ട് ഉയർത്തി കാണിച്ച നിമിഷം ആ കുതിരക്കാരൻ കൃത്യമായി അമ്പ് ചെയ്ത് ആ കടിഞ്ഞാണ് പൊട്ടിച്ചു. ശേഷം മറ്റ് 2 കെട്ടുകളിലേക്ക് കൂടെ നിമിഷങ്ങൾക്കുള്ളിൽ അമ്പ് ചെയ്ത് ആ 3 കെട്ടുകളും അദ്ദേഹം പൊട്ടിച്ചു. ആ ഒട്ടകം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു നടന്നു. ഇത്രയുമായപ്പോൾ താൻ അകപ്പെട്ടിരിക്കുന്നു എന്ന ചിന്തയോടെ ആ മനുഷ്യൻ കീഴടങ്ങിയവനെ പോലെ ആ കുതിരക്കാരൻ്റെ അടുത്തേക്ക് നടന്നു. ആ കുതിരക്കാരൻ ഇദ്ദേഹത്തിൻ്റെ അമ്പുമെല്ലാം പിടിച്ചെടുത്ത് പറഞ്ഞു, എൻ്റെ വാഹനപ്പുറത്തേക്ക് നീ കയറുക. അങ്ങനെ ആ കുതിരയുടെ പുറത്തേക്ക് ഇദ്ദേഹം കയറി അനുസരണയോടുകൂടെ യാത്ര ചെയ്തവർ മുന്നോട്ട് പോയി. യാത്ര ചെയ്തുകൊണ്ടിരിക്കെ കുതിരക്കാരൻ ഈ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ താങ്കളെ എന്ത് ചെയ്യുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഏറ്റവും മോശപ്പെട്ടതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളോട് ചെയ്ത വലിയ അപരാധം മാത്രവുമല്ല, അള്ളാഹു എനിക്ക് മേൽ നിങ്ങൾക്ക് വിജയം നൽകിയിട്ടുണ്ട് എന്നത് കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഏറ്റവും മോശപ്പെട്ടതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന്. അപ്പോൾ അത്ഭുതകരമായി ആ കുതിരക്കാരൻ പ്രതികരിച്ചു, താങ്കൾ മുഹല്ഹിലിൻ്റെ കൂടെ ഇരിക്കുകയും സമയം ചെലവഴിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരിക്കെ താങ്കളെ ഞാൻ ശിക്ഷിക്കുമെന്നാണോ താങ്കൾ ചിന്തിക്കുന്നത്? ആ നേരത്തെ കണ്ട ആ വൃദ്ധനെക്കുറിച്ചാണ് മുഹല്ഹിൽ എന്ന് അദ്ദേഹം പറയുന്നത്. അത് ഈ മനുഷ്യൻ്റെ പിതാവായിരുന്നു. മുഹല്ഹിലാണ് ആ വൃദ്ധനായ മനുഷ്യൻ എന്ന് അറിഞ്ഞ ഉടനെ ഈ മനുഷ്യൻ്റെ മനസ്സിൽ ഒരു വെള്ളിടി പൊട്ടി. അദ്ദേഹം ഉടനെ ചോദിച്ചു, താങ്കൾ സെയ്ദുൽ ഖൈലാണോ? കുതിരക്കാരൻ സെയ്ദ് എന്ന പേരിൽ അറിയപ്പെട്ട ആ വ്യക്തിയാണോ താങ്കൾ? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണത്. ഉടനെ ഈ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു, താങ്കൾ ബന്ദികളോട് ഏറ്റവും മാന്യമായി പെരുമാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉടനെ സെയ്ദുൽ ഖൈൽ പറഞ്ഞു, താങ്കൾ പേടിക്കേണ്ട. അങ്ങനെ അവർ 2 പേരും യാത്ര ചെയ്ത് ഇന്നലെ തങ്ങിയ ആ തമ്പിലേക്കെത്തി. അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ ഒട്ടകങ്ങൾ എൻ്റേതായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തരാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സഹോദരിയുടേതാണിതെല്ലാം. ഞാനൊരു സംഘത്തെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആക്രമിച്ച് കഴിഞ്ഞാൽ, വിജയിച്ചാൽ ധാരാളം സമ്പാദ്യങ്ങൾ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് തരാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 3 ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. അദ്ദേഹവും കുതിരക്കാരൻ സെയ്ദും സംഘവും ബനൂ നുമൈറുകാരെ ആക്രമിച്ച് വലിയ ഒരു യുദ്ധം മുതൽ പിടിച്ചെടുക്കുകയുണ്ടായി. 100 പെണ്ണൊട്ടകങ്ങളുടെ ഒരു വലിയ സമ്പാദ്യം. ആ സമ്പാദ്യം അത്രയും കുതിരക്കാരൻ സെയ്ദ് എന്ന സെയ്ദുൽ ഖൈൽ ഈ മനുഷ്യന് കൊടുത്തിട്ട് യാത്രയാക്കി എന്ന് മാത്രമല്ല, ആ യാത്രയിൽ വഴി കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആളുകളെ ദീർഘനേരത്തേക്ക് പറഞ്ഞയക്കുക പോലും ചെയ്തു. സെയ്ദുനിൽ ഖൈൽ എന്നു പേരുള്ള, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഈ സെയ്ദ്. ജാഹിലിയ കാലഘട്ടത്തിലെ സെയ്ദിൻ്റെ ചരിത്രമാണ്, ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള സെയ്ദുനിൽ ഖൈലിൻ്റെ ചരിത്രമാണ് നാം ഈ കോരിത്തരിപ്പിക്കുന്ന രംഗങ്ങളിലൂടെ കേട്ടത്. അങ്ങനെയിരിക്കെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുതിയ ഒരു ആശയം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് സെയ്ദുനിൽ ഖൈൽ അറിയുന്നത്. അതറിഞ്ഞ ഉടനെ സെയ്ദുൽ ഖൈൽ അതറിയാൻ വേണ്ടി ആഗ്രഹിക്കുകയും
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്താണ് പറയുന്നത് നേരിട്ട് കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടി ആ തിരുസവിധത്തിലേക്ക് ഒട്ടകങ്ങളെ സജ്ജമാക്കി യാത്ര പുറപ്പെട്ടു. ഒറ്റക്കായിരുന്നില്ല യാത്ര. മദീനയിൽ ചെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി തൻ്റെ ഗോത്രത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് കൂടെ കൂട്ടിയായിരുന്നു ആ യാത്ര. തൊയ്യ് മേഖലയിൽ നിന്നുള്ള വലിയൊരു സംഘം സെയ്ദിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ യാത്രയിൽ. സുർബിനു സദൂസ്, മാലിക് ബിനു ജുബൈർ, ആമിർ ബിനു ജുവൈൻ തുടങ്ങി പല പ്രമുഖ നേതാക്കളും ആ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു. അവർ മദീനയിലെത്തി നേരെ ചെന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്കാണ്. ഒട്ടകങ്ങളെ മറ്റു വാഹനങ്ങളൊക്കെ അവിടെ നിർത്തി റസൂലിൻ്റെ പള്ളിയിൽ അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനോഹരമായ രംഗമാണ് അവരാദ്യം കാണുന്നത്. അങ്ങോട്ട് അവർ ചെന്നു. ഒരു ശബ്ദം പോലുമില്ലാതെ, ഒരു ഇലയനക്കത്തിൻ്റെ ശബ്ദം പോലും കേൾക്കാതെ എല്ലാവരും ആ മഹാപ്രവാചകരുടെ സന്ദേശം കേട്ടുകൊണ്ട് സാഗൂതം ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് അവർ കണ്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വാക്കുകളും ഓരോ അക്ഷരങ്ങളും പ്രേക്ഷകരെ, അവിടെ കൂടിയിരിക്കുന്നവരെ വല്ലാതെ സ്വാധീനിക്കുന്ന അതിമനോഹരമായ കാഴ്ച കണ്ട് അവർ വല്ലാതെ സന്തോഷിച്ചു. പ്രസംഗത്തിനിടെ അതിഥികളായി ചില ആളുകൾ വരുന്നത് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസ്സയേക്കാളും നിങ്ങൾ ആരാധിക്കുന്ന മറ്റെന്തിനേക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന ഈ ആദർശമാണ്. അള്ളാഹുവെ കൂടാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊന്നിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ കാര്യമാകുന്നു തുടങ്ങി മനോഹരമായ ആശയങ്ങൾ റസൂലുള്ളാഹി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സംഘത്തിൽപ്പെട്ട ചില ആളുകൾക്ക് വലിയ ആനന്ദമുണ്ടാവുകയും ആശ്ചര്യമുണ്ടാവുകയും ചില ആളുകൾക്ക് അത്രമാത്രം ആശ്ചര്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരനുഭവം അവിടെ ഉണ്ടാവുകയാണ്. നേരിട്ട് ആ മഹാവാക്യങ്ങൾ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടും സത്യദീനിലേക്ക് കടന്നു വരാൻ കഴിയാത്ത, അള്ളാഹു ഹിദായത്ത് നൽകാത്ത ആളുകളും ഉണ്ട്. അതിൽ ഒരാളായിരുന്നു സുർബിനു സദൂസ്. തൻ്റെ അനുയായികൾ ഓരോ അക്ഷരങ്ങളും കേൾക്കാൻ അക്ഷമരായി സാഗൂതം ശ്രദ്ധിക്കുന്നത് നേരിൽ കണ്ട സുർബിനു സദൂസ് അസൂയയോടെയാണ് ആ രംഗം നോക്കിക്കണ്ടത്. ആ കാഴ്ച കണ്ട ഒരു നേതാവിനെ അക്ഷരം പ്രതി അനുസരിക്കുന്ന അനുയായികളെ കണ്ട ആ അസൂയയെ കൊണ്ട് അയാൾ ആവേശഭരിതനായി ഇത്ര പോലും പറഞ്ഞുപോയി: അറബികളുടെ ജനതകളെ മുഴുവനും കീഴ്പ്പെടുത്താൻ മാത്രം ശക്തമായ ഒരാളായിട്ടാണ് ഞാൻ ഈ മനുഷ്യനെ കാണുന്നത്. എന്നാലും ഞാൻ അതിന് കീഴടങ്ങുകയില്ല. ജാഹിലിയ കാലഘട്ടത്തിലെ ഗോത്രമഹിമയുടെയും മറ്റും പേരിലുണ്ടായിരുന്ന അഹങ്കാരങ്ങളാണ് ചില ആളുകളെ റസൂലിൽ നിന്ന് അകറ്റിയിരുന്നത്. അതിനുശേഷം സുർബിനു സദൂസ് ഷാമിനെ ലക്ഷ്യമാക്കി യാത്ര പോവുകയും തലമുട്ടയടിച്ച് ക്രിസ്തു മതത്തിൽ ചേരുകയുമാണ് ചെയ്തത്. ആളുകളുടെയും സെയ്ദിൻ്റെയും ഒക്കെ പ്രതികരണം വേറെയായിരുന്നു. വല്ലാത്ത അമ്പരപ്പും ആശ്ചര്യവും ഉളവായ ഒരവസ്ഥയിലായിരുന്നു അവരെല്ലാവരും ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ സെയ്ദാണ് ഏറ്റവും കൂടുതൽ ആവേശഭരിതനായി കാണപ്പെട്ടത്. സെയ്ദ് കണ്ടാൽ തന്നെ ആരും നോക്കിപ്പോകുന്ന ദൃഢഗാത്രനായ, ആരോഗ്യത്തിൻ്റെ പരിപൂർണതയായി കാണപ്പെടുന്ന ശരീരം, അധ്വാനിയും ഏതൊരവസരവും ആഗ്രഹം പ്രകടിപ്പിച്ചാൽ നേടാൻ മാത്രം തൻ്റെ ഇടവുമുള്ള വ്യക്തിയാണ് സെയ്ദ്. സുന്ദരനായ വ്യക്തി. ആ സെയ്ദും പ്രിയപ്പെട്ടവരും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സംസാരം കഴിഞ്ഞ ഉടനെ ആ സദസ്സിൽ നിന്ന് ഉടൻ എഴുന്നേറ്റ് സെയ്ദ് ഉറക്കെ പ്രഖ്യാപിച്ചു: അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്നും അങ്ങ് അള്ളാഹുവിൻ്റെ പ്രവാചകരാണെന്നും ഞാനിതാ ഉറക്കെ സത്യസാക്ഷ്യ പ്രഖ്യാപനം നടത്തുന്നു. ആ സദസ്സ് ആവേശമുഖരിതമായി. സന്തോഷത്തോടുകൂടെ ആ രംഗത്തിന് സാക്ഷ്യം വഹിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു: താങ്കൾ ആരാണ്? അപ്പോൾ സെയ്ദ് പറഞ്ഞു: ഞാൻ മുഹൽഹിലിൻ്റെ മകനായ സെയ്ദുൽ ഖൈൽ ആണ്. കുതിരക്കാരൻ സെയ്ദാണ് ഞാൻ, മുഹൽഹിലിൻ്റെ മകനാണ് എന്ന് കേട്ടപ്പോൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ പറഞ്ഞു: താങ്കൾ സെയ്ദുൽ ഖൈൽ, കുതിരക്കാരൻ സെയ്ദ് അല്ല, താങ്കൾ സെയ്ദുൽ ഖൈറാണ്. ധാരാളം നന്മകളുടെ സെയ്ദാണ് താങ്കൾ എന്ന് ആദ്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സെയ്ദിനെ അഭിസംബോധന ചെയ്യുകയാണ്. താങ്കളുടെ തായ്വരകളിൽ നിന്ന് ധാരാളം ആളുകളെയും കൊണ്ട് ഇവിടെ എത്താൻ വേണ്ടി വഴി കാണിച്ച അള്ളാഹുവിന് സർവ്വസ്തുതിയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു. ആ സംഭവത്തിന് ശേഷം നേരത്തെ കുതിരക്കാരൻ സെയ്ദ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ വ്യക്തി ഖൈറിൻ്റെ സെയ്ദ് എന്ന പേരിലാണ്, റസൂലുള്ളാഹി നൽകിയ ആ നാമമാണ് പിന്നീട് അറിയപ്പെട്ടത്. ആ നാമത്തിലാണ് അറിയപ്പെട്ടത്. ശേഷം സന്തോഷത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദുൽ ഖൈറിനെയും കൊണ്ട് അവിടുത്തെ വീട്ടിലേക്ക് നടന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും ഒരു ചെറു സംഘം ആളുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇസ്ലാമിലേക്ക് വന്ന് പരിശുദ്ധമായ സത്യസാക്ഷ്യവാക്യം പ്രഖ്യാപിച്ച, ദീർഘമായ യാത്ര ചെയ്തു വന്ന ആ മനുഷ്യന് ഹബീബിൻ്റെ വീട്ടിൽ സ്വീകരണം. വീട്ടിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഊന്നിയിരിക്കാറുണ്ടായിരുന്നൊരു തലയിണ അതിഥിയെ ബഹുമാനിച്ച് സെയ്ദിന് കൊടുത്തു. സെയ്ദ് അദബുകേടാകുമെന്ന് പേടിച്ച് അത് തിരിച്ച് റസൂലിന് തന്നെ കൊടുത്തു. വീണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സെയ്ദിന് തന്നെ അതിഥിയെ ആദരിച്ച് കൊടുത്തു. സെയ്ദ് അത് തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ കൊടുക്കുന്നു. മൂന്നാമതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സെയ്ദിന് കൊടുത്തെങ്കിലും സെയ്ദ് അദബുകേട് സംഭവിച്ചു പോകുമോ, റസൂലിൻ്റെ ആ ഒരു തലയിണ ഉപയോഗിക്കാൻ മാത്രം ഞാനായിട്ടില്ല
എന്ന അദബിൻ്റെ ചിന്തയിൽ അത് തിരിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ റസൂൽ പറഞ്ഞു, സെയ്ദേ, കേട്ടുകേൾവികൾ യാഥാർത്ഥ്യത്തെക്കാൾ പലപ്പോഴും വളരെ കുറവായിരിക്കും. താങ്കളെക്കുറിച്ച് ഞാൻ കേട്ടതിനേക്കാളും എത്രയോ അപ്പുറത്താണ് താങ്കൾ. എന്നിട്ട് റസൂൽ ചോദിച്ചു, സെയ്ദേ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സെയ്ദ് പറഞ്ഞു, നന്മ ചെയ്യുന്നവരെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. ഞാൻ വല്ല നന്മയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രതിഫലം ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്തെങ്കിലും നന്മ എന്നിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഉടനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്മ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള അടയാളങ്ങളാണ് താങ്കൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടെ സെയ്ദിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പ്രധാനപ്പെട്ട 2 ഗുണങ്ങൾ ഞാൻ താങ്കളിൽ കാണുന്നുണ്ട്. ഏതാണവ നബിയെ? അവിടുന്ന് പറഞ്ഞു, സഹനശീലവും ഗാംഭീര്യവുമാണത്. സെയ്ദ് സന്തോഷത്തോടെ പ്രതികരിച്ചു, അള്ളാഹുവും അവൻ്റെ പ്രവാചകരും ആഗ്രഹിച്ച കാര്യങ്ങൾ എന്നിൽ ഉണ്ടാക്കിയെടുത്ത അള്ളാഹുവിന് സർവ്വസ്തുതികളും. എന്നിട്ട് സെയ്ദ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, 300 കുതിരപ്പടയാളികളെ താങ്കൾ എനിക്ക് നൽകുക. റോമാ സാമ്രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും അവരിൽ നിന്ന് പല സമ്പത്തും പിടിച്ചെടുത്ത് കൊണ്ടുവരാനും എനിക്ക് സാധിച്ചേക്കാം. ആ ഒരു വീര്യവും ധൈര്യവും കണ്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തോടെ പറഞ്ഞു, സെയ്ദേ, താങ്കളുടെ വീര്യവും സാമർഥ്യവും ഒക്കെ റബ്ബിന് വേണ്ടിയാവട്ടെ. തീർച്ചയായും താങ്കൾ ഒരു സമർത്ഥൻ തന്നെയാണ്. സെയ്ദും കൂടെ വന്നിരുന്ന ധാരാളം ആളുകളും ഇസ്ലാം സ്വീകരിച്ചു അവിടുന്ന്. അങ്ങനെ അവർ നജിദിലേക്ക് യാത്ര പുറപ്പെടാൻ, താങ്കളുടെ നാടുകളിലേക്ക് യാത്ര പുറപ്പെടാൻ ഒരുങ്ങിയപ്പോൾ സന്തോഷത്തോടെ അവരെ യാത്രയാക്കിക്കൊണ്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഈ വ്യക്തി വല്ലാതെ ഗാംഭീര്യമുള്ള ഒരാൾ തന്നെയാണ്. ഇതൊരു ഗംഭീരൻ തന്നെയാണ്. മദീനയെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന പകർച്ചവ്യാധികളെ അതിജീവിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുമായിരുന്നുവെങ്കിൽ അയാളെ എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് ഉപകരിക്കുമായിരുന്നു. അതൊരു പ്രവചനം കൂടെയായിരുന്നു. ആ സമയത്ത് മദീനയിലുള്ള ധാരാളം ആളുകളിൽ പടർന്നു പിടിച്ച ഒരു പ്രത്യേകതരമായ ഒരു പനി ഉണ്ടായിരുന്നു. പലരും മരിച്ചു പോവുകയായിരുന്നു ആ സമയത്ത്. മദീന വിട്ട് പുറത്ത് കടന്നപ്പോഴേക്കും സെയ്ദിനെയും ആ ഒരു പനി പിടികൂടുകയാണ്. ഓരോ ദിവസം യാത്ര മുന്നോട്ട് പോകുന്തോറും ആ പനി കൂടി വന്നു. ആ അവസ്ഥയിൽ സെയ്ദ് കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഖൈസ് പ്രദേശത്ത് നിന്ന് അകലേക്ക് കൊണ്ടുപോവുക. ഖൈസുകാർക്കും ഞങ്ങൾക്കുമിടയിൽ ജാഹിലിയ കാലഘട്ടത്തിൻ്റെ അനന്തമായ ശത്രുത നിലനിൽക്കുന്നുണ്ട്. അള്ളാഹുവാണേ സത്യം, പ്രതാപവാനായ അള്ളാഹുവിനെ കാണുന്നത് വരെ ഒരു മുസ്ലിമിനെയും ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മുസ്ലിമിന് നേരെയും ഒരു യുദ്ധത്തിനും ഞാൻ തയ്യാറല്ല. തീർച്ച. നജിദിനെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ട് മുന്നോട്ട് പോയി. പക്ഷേ പനി കൂടി വന്നു. പനിയും സെയ്ദും തമ്മിൽ മത്സരിക്കുന്നത് പോലെ അവസാനം ആ മത്സരത്തിൽ പനി ജയിക്കുകയും മരണം സെയ്ദിനെ കീഴടക്കുകയും ചെയ്യുകയാണ്. തൻ്റെ നാട്ടുകാരെ അവസാനമായി ഒന്ന് കാണണമെന്നും അവരിലേക്ക് ഈ മഹാസന്ദേശം എത്തിക്കണമെന്നും സെയ്ദ് അതിയായി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല. വഴിയിൽ ആ മഹാജീവിതം ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഒരു ചെറിയ തെറ്റുപോലും ചെയ്യാതെ ജീവിച്ച ആ ജീവിതം അവിടെ അള്ളാഹുവിലേക്കുള്ള മഹായാത്ര പോവുകയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ കുതിരക്കാരൻ എന്ന പേരിൽ അറിയപ്പെട്ട് സർവ്വ നന്മയുടെയും കേന്ദ്രമായ സെയ്ദ് എന്ന പേരിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി സ്വീകരണം കൊടുത്ത് അഭിനന്ദിച്ച് പ്രശംസിച്ച് വാനോളം സന്തോഷത്തോടെ വരവേറ്റ് യാത്രയയച്ച ആ മഹാജീവിതം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആ മഹാമാരിയെ അതിജീവിക്കാൻ കഴിയാതെ റബ്ബിലേക്ക് യാത്ര പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യം കൊണ്ട് ആ മഹാ വ്യക്തിത്വങ്ങളെ സ്വർഗത്തിൽ വെച്ച് കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.